നമസ്കാരം. ബാങ്കിംഗ് മേഖലയെ ഞെട്ടിച്ച ഒരു വലിയ വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് എൻട്രി കൊമേഴ്സിന്റെ പേജിൽ സംസാരിക്കാൻ പോകുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ചണ്ഡീഗഡ് ബ്രാഞ്ചിൽ 590 കോടി രൂപയുടെ വമ്പൻ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഒന്നുമല്ല, പക്കാ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്കാം ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് 4 എംപ്ലോയീസിനെ അവർ ഓൾറെഡി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് KPMGയെ ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഫോറൻസിക് ഓഡിറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഐബട്ടൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഹരിയാന സർക്കാരിന്റെ പല ഗവൺമെന്റ് അക്കൗണ്ടുകളും ഹോൾഡ് ചെയ്യുന്ന ഈ ബാങ്കിന്റെ ഷെയറുകൾ ഏതാണ്ട് 20% ഇപ്പൊ താഴത്തോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം ഇതൊന്നുമല്ല, നമ്മുടെയൊക്കെ പണം ഈ ബാങ്കുകളിൽ എത്രത്തോളം സേഫ് ആണ്. ഒരു ബാങ്കിന്റെ വലുപ്പമോ സൈസോ ഒരിക്കലും നിങ്ങളുടെ പണത്തിന്റെ സുരക്ഷയ്ക്ക് ഗ്യാരണ്ടി നൽകുന്നില്ല. ബാങ്കിന് എന്ത് സംഭവിച്ചാലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന്മേൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഇൻഷുറൻസ് വഴി സുരക്ഷിതമായിട്ടുള്ളത്. ഇതിനെയാണ് DICGC എന്ന് പറയുന്നത്, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഒരു ഇൻഷുറൻസ് ഗ്യാരണ്ടി. നിങ്ങളുടെ അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ബാങ്ക് കൊളാപ്സ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് ഈ പറയുന്ന 5 ലക്ഷം രൂപ മാത്രമാണ്. ഒരു ബാങ്കിന്റെ സാമ്പത്തിക ആരോഗ്യം നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റും. ബാങ്കിന്റെ ക്വാർട്ടർലി റിപ്പോർട്ടിലെ ഈ പ്രധാന 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെയാണ് നെറ്റ് NPA 3% താഴെ നിൽക്കണം. ബാങ്ക് നൽകിയ മൊത്തം ലോണുകളിൽ തിരിച്ചടയ്ക്കാത്തവയുടെ ശതമാനമാണിത്. അപ്പൊ ഇത് 3% താഴെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സേഫ്റ്റി കൂടുതലായിരിക്കും. അടുത്തതാണ് CAR, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. ബാങ്കിന്റെ മൊത്തം റിസ്ക് അസോസിയേറ്റഡ് ആസ്തികൾക്ക് ആനുപാതികമായിട്ട് എത്ര മൂലധനം ക്യാപിറ്റൽ ബാങ്കിന് ഉണ്ടെന്നുള്ളതാണ്. ഇത് 10.5% മുതൽ 15% വരെ ആയിരിക്കണം. അടുത്തതാണ് ക്യാഷ റേഷ്യോ, അത് 40% മേലെ വേണം. ബാങ്കിന്റെ ആകെ നിക്ഷേപങ്ങളിൽ കറന്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് എന്നിവയുടെ ശതമാനമാണിത്. ഇത് 40% മുകളിൽ വരുന്നത് ബാങ്കിന്റെ സുരക്ഷിതത്വം കുറച്ചും കൂടെ ശക്തമാക്കുന്നു. അടുത്താണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, NIM എന്ന് പറയും. ബാങ്കിന്റെ ലാഭക്ഷമത അളക്കുന്ന ഒരു രീതിയാണിത്. ഇത് 3% മുതൽ 4% വരെ എന്താണെങ്കിലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ കവറേജ് റേഷ്യോ, അതായത് വരാനിരിക്കുന്ന ബാഡ് ലോണുകൾക്കായിട്ട് ആകെ ലോണുകളുടെ എത്ര ശതമാനം തുകയാണ് ബാങ്ക് ലാഭത്തിൽ നിന്നും മാറ്റി വെച്ചിരിക്കുന്നുള്ളതാണ്. ഇത് 70% മുകളിൽ ആയിരിക്കണം. നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാക്കാനായിട്ട് ഈ കാര്യങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിക്കുക. ഇനി പണം ഒരു ബാങ്കിൽ മാത്രം നിക്ഷേപിക്കാതെ 5 ലക്ഷം വീതം വ്യത്യസ്ത ബാങ്കുകളിലായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. RBIയുടെ നിരീക്ഷണത്തിലുള്ള SBI, HDFC, ICICI പോലുള്ള ബാങ്കുകൾക്ക്, ഇതിനൊക്കെ നമ്മൾ DSIB എന്ന് പറയും, ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ്. അങ്ങനെയുള്ള ബാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന കിട്ടും നമുക്ക്. അമിതമായ പലിശ കൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് ബാങ്കുകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നിക്ഷേപിക്കുമ്പോൾ കൃത്യമായ അറിവോടെ തീരുമാനമെടുക്കുക. ഇതുപോലുള്ള കൂടുതൽ കൊമേഴ്സ് വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് എൻട്രി കൊമേഴ്സിന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.